السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بالله من الشيطان الرجيم. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. എല്ലാവർക്കും നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാനു ശരീഫിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളും രാത്രികളുമാണ് ഇനി നമ്മൾ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ സമയങ്ങൾ ചെലവഴിക്കുക. അള്ളാഹുവിന്റെ അടുക്കലേക്ക് കഴിവിന്റെ പരമാവധി അടുക്കാൻ ശ്രമിക്കുക. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. തഹജ്ജുദ് നിസ്കരിക്കുക, ളുഹ നിസ്കരിക്കുക, തസ്ബീഹ് നിസ്കരിക്കുക, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക, ധാരാളം ഖുർആൻ ഓതുക. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളിലായി നമ്മൾ മുഴുകേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട 10 അവസാന 10 നമ്മൾക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കണമെങ്കിൽ നാം ധാരാളം അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാഹുവിന്റെ വാനലോകത്ത് നിന്ന് മാലാഖമാര് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോ, നമ്മളെ നാട്ടിലേക്കൊക്കെ വരുമ്പോ നമ്മളിങ്ങനെ വെറുതെ നടക്കാണ്. ദിക്റുമില്ല, സലാത്തുമില്ല, ഖുർആനുമില്ല, നിസ്കാരമില്ല. ആ രൂപത്തിലാണെങ്കിൽ നമ്മൾക്ക് ലൈലത്തുൽ ഖദറിന്റെ ബർക്കത്ത് ഉണ്ടാവൂല. റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ വീട്ടിലേക്ക് വരികയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഇനിയുള്ള സമയങ്ങളും മിനിറ്റുകളും വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. വൈലാ ഹദ്റത്തി സയ്യിദിനാ വ ഹബീബിനാ വ മുൻജീനാ വ മുർശിദിനാ വ ഹാദീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة أجمير خواجة قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة خضر عليه السلام. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة قطب العالم سيم ولي الله المدعوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إن شاء الله നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ നമുക്ക് ഒരു ഫാത്തിഹ ഓതാം. വൈലാ ഹദ്റത്തി മമ്മാതു മിന്നാ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാ
ضالين ആമീൻ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാ. നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാ ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് പരിശുദ്ധമായ റമളാനു ശരീഫിലെ അവസാനത്തെ പത്തെത്തി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ ധാരാളം ചൊല്ലിയിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലുക. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ മാപ്പ് ചോദിക്കാണ്. ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് അള്ളാഹുവിന്റെ മാപ്പ് വേണം. അള്ളാഹുവിന്റെ മാപ്പില്ലാതെ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അതിനുള്ള ദിക്റാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. 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 അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നിന്റെ മാപ്പ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആഖിറ വിജയം നൽകണേ അല്ലാ. ലൈലത്തുൽ ഖദ്ർ നൽകണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റി തരണേ റഹ്മാനേ അല്ലാ. ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് പരിശുദ്ധമായ റമളാൻ ശരീഫിലെ അവസാനത്തെ 10 നരകമോചനത്തിന്റെ 10 ആണ്. കോടാനകോടി ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന
പോകുന്നുണ്ട്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾക്കും നരകത്തിൽ നിന്ന് മോചനം വേണം. അതുകൊണ്ട് മഹാന്മാര് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവേ, നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണേ, ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ എന്നാണ്. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. 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 അല്ലാഹു സ്വീകരിക്കട്ടെ. നരകമോചനം നൽകണേ അല്ലാ, സ്വർഗ്ഗം നൽകണേ അല്ലാ, ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് പരിശുദ്ധമായ റമദാനു ശരീഫിൽ ഒന്നാമത്തെ രാത്രി മുതൽ നമ്മൾ ചൊല്ലാൻ തുടങ്ങിയ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്റാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒന്നാമത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലും നമ്മൾ ചൊല്ലണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഖബൂൽ ചെയ്യണേ റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാഹ്. നരകമോചനം നൽകണേ അല്ലാഹ്, സ്വർഗ്ഗം നൽകണേ അല്ലാഹ്, ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, ലൈലത്തുൽ ഖദർ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് മഹാനരായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കടന്ന് ചൊല്ലിയ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. ഇത് ദുആഉൽ കർബാണ്. ആപൽ ഘട്ടങ്ങളിലും പ്രയാസ ഘട്ടങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തൊക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് അല്ലാഹുവിന്റെ രണ്ട് ഇസ്മുകൾ ചേർന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് മുഴുവനുമാണ്. നമുക്കറിയാം ഫലസ്തീനിലുള്ള ജനങ്ങളൊക്കെ വല്ലാതെ കഷ്ടപ്പാടിലാണ്, പ്രയാസത്തിലാണ്. നമുക്കൊക്കെ നോമ്പ് തുറക്കാൻ ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാ
സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. ഇന്ന് ഫലസ്തീനികളുടെ അവസ്ഥ എന്താണ് പ്രിയമുള്ളവരെ? അവർക്ക് നോമ്പ് നോൽക്കാൻ ഭക്ഷണമല്ല, അവർക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണമല്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കിട്ടാത്ത വല്ലാത്ത പ്രയാസത്തിലാണ് നമ്മളെ സഹോദരന്മാര് ഫലസ്തീനിലുള്ള ആളുകൾ. അല്ലാഹുവേ, അവർക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാ, അവർക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. എത്ര കുട്ടികളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉമ്മയും ഉപ്പയും ഇല്ലാതെ കഷ്ടപ്പെടുന്ന എത്ര പിഞ്ചു കുട്ടികളുണ്ട് അല്ലാ, അവർക്കൊക്കെ നീ സമാധാനം നൽകണേ അല്ലാ. എത്ര ഉമ്മമാരെയാണ് ബോംബിട്ട് ക്രൂരന്മാരായ അക്രമകാരികളായ ജൂതന്മാര് കൊന്നെടുക്കുന്നത്. അല്ലാഹുവേ, അവർക്ക് സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, അവരെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന, യാ ഹന്നാനു യാ മന്നാനു ഇർഹാമിൽ മുസ്ലിമീൻ, 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 യാ ഹന്നാനു യാ മന്നാനു ഇർഹാമിൽ മുസ്ലിമീൻ. അല്ലാഹുവിന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത്, നമുക്ക് ലൈലത്തുൽ ഖദർ കിട്ടണം, നമ്മളെ മുറാദുകളൊക്കെ ഹാസിലാകണം, അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാകണം. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. ഇലാഹി അന്ത മഖ്സൂദി വരിലാക മത്ലൂബി, 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 ഇലാഹി അന്ത മഖ്സൂദി വരിലാക മത്ലൂബി,
ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി 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 ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാ. കഷ്ടപ്പാടുകൾ അകറ്റണേ അല്ലാ. നിന്റെ തൃപ്തി നൽകണേ അല്ലാ. നിന്റെ തൃപ്തി നൽകണേ റഹ്മാനേ. ഇൻഷാ അല്ലാ ഇനി നമുക്ക് അല്പം തഹ്ലീലും സ്വലാത്തും ചൊല്ലിയിട്ട് പ്രാർത്ഥനയിലേക്ക് കടക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാ. നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്പം സലാത്ത് ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വീകരിക്കണേ റഹ്മാനെ. മദീന കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ പലതും പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ അല്ലാഹു എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാണ്. എല്ലാ ആളുകളും നമ്മളുടെ മജ്ലിസ് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണം. അതുപോലെ ഉച്ചക്ക് 1 മണിക്ക് നമ്മളെ ചാനൽ പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാ അതിലും എല്ലാവരും പങ്കെടുക്കുക. അതും എല്ലാവരും കേൾക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസികിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിൽ ചൊല്ലിയ ദിക്റുകൾ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഫാത്തിഹ സൂറത്തുകൾ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. മിസ്ല
ഹബാബിനെ മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അതിന്റെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങളെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റി തരണേ അല്ലാ. ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റി തരണേ അല്ലാ. ടെൻഷനുകൾ അകറ്റി തരണേ അല്ലാ. ദുഃഖങ്ങൾ അകറ്റി തരണേ അല്ലാ. സർവ്വ ബുദ്ധിമുട്ടുകളും നീ അകറ്റി തരണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. കാലുവേദന, ഊരവേദന, കണ്ണുവേദന, പ്രഷറുള്ളവര്, ഷുഗറുള്ളവര്, അതുപോലെ തന്നെ വയറുവേദന, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകള്, പുറത്ത് പറയാൻ മടിയുള്ള ആളുകൾ, ഓപ്പറേഷൻ പറഞ്ഞ ആളുകള്, വേദനയുള്ള ആളുകളുണ്ട്. എല്ലാം നീ ശിഫയാക്കണേ അല്ലാ. ആയുരാരോഗ്യം കൊടുക്കണേ അല്ലാ. എന്ത് രോഗമുണ്ടെങ്കിലും ശിഫയാക്കണേ അല്ലാ. പഠിച്ചവനെ, ഒരുപാട് ആളുകൾ സാമ്പത്തികമായി പ്രതിസന്ധിയിലാണ്, രക്ഷ കൊടുക്കണേ അല്ലാ. കടങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാ. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ഒരുപാട് ആളുകൾ പ്രയാസഘട്ടങ്ങളിൽ ബാങ്കിൽ നിന്ന് അറിയാതെ ലോൺ എടുത്തു പോയിട്ടുണ്ട്. അത്തരം മുസീബത്തുകളെ കൊണ്ട് കാക്കണേ റഹ്മാനെ, പുറത്തു കൊടുക്കണേ അല്ലാ. അത് വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കല്ല. വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കണേ അല്ലാ. തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയെത്ര ആളുകളാണ്, അവർക്കൊക്കെ നല്ല ജോലി കൊടുക്കല്ല. പഠിച്ച ജോലി കൊടുക്കണേ അല്ലാ. ഉദ്ദേശിച്ച ജോലി കൊടുക്കണേ അല്ലാ. പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണം അല്ലാ. എത്രയെത്ര ഉമ്മമാരാണ് മക്കളെ പ്രയാസം പറയുന്നത്, ലഹരിക്കടിമയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാ. ആ മക്കളുടെ ദുസ്വഭാവങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ. സ്നേഹമുള്ള, സന്തോഷം നൽകുന്ന മക്കളാക്കണേ റഹ്മാനെ. ഐക്യമുള്ള കുഞ്ഞുമക്കളാക്കണേ അല്ലാ. ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കി കൊടുക്കണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. ലൈലത്തുൽ ഖദറിന്റെ പോരിശ നൽകണേ അല്ലാ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബക്കാര്, ഞങ്ങളെ ജ്യേഷ്ഠനിയന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, അനിയത്തിമാര്, അവരെ ഭാര്യ, മക്കൾ, ഭർത്താക്കന്മാര്, കുടുംബക്കാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, അയൽവാസികൾ, വല്ലുപ്പമാര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം തന്നവര്, കൂട്ടുകാരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, ഞങ്ങളെ മജ്ലിസിലുള്ള ആളുകൾ, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്കല്ലാ, സ്വർഗ്ഗമാക്കല്ലാ, റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറുകളെ തൊട്ട് കാക്കല്ലാ. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. തൗബ സ്വീകരിക്കണേ അല്ലാ. ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പാപങ്ങൾ പൊറുക്കണേ റഹ്മാനെ. സ്വർഗ്ഗം നൽകണേ അല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. നല്ല ജീവിതം നൽകണേ അല്ലാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അവരെ സർവ്വ മുറാദുകളും ഹാസിലാക്കല്ലാ. സർവ്വ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കല്ലാ. സർവ്വ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഫലസ്തീനിലെ ജനതകൾക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ലാ. നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ. എത്രയെത്ര പിഞ്ചു കുട്ടികളാണ് പടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്നത്, ക്രൂരമായി ജൂതന്മാര് മർദ്ദിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ കാക്കണേ അല്ലാ. സംരക്ഷണം കൊടുക്കണേ അല്ലാ. കാവല് കൊടുക്കണേ അല്ലാ. അവർക്ക് ഭക്ഷണം കൊടുക്കണേ അല്ലാ. അവരെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക അനബിനാ വഇലൈകൽ മസീർ. ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന പാവപ്പെട്ട ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഈ മജ്ലിസിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. എല്ലാ അർത്ഥത്തിലും നീ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്ലിസിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ഏറ്റെടുക്കണേ അല്ലാ. നിന്റെ ഔദാര്യം നൽകണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അർശിന്റെ തണൽ നൽകണേ അല്ലാ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക അനബിനാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഉച്ചക്ക് 1 മണിക്ക് നല്ലൊരു വിഷയമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതാണ്. എല്ലാവരും അതിലും പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.